ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനും ആദ്യം കൂടി ഒരു പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നതെന്നല്ലേ, ഞങ്ങൾ ഗുരുവായൂർക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത് ഗൈസ്. സോ ശനിയാഴ്ച ഞങ്ങൾ ഷിഫ്റ്റിന് കയറി, ഞായറാഴ്ച മോർണിംഗ് ഇറങ്ങി. അങ്ങനെ റൂമിൽ പോയി ഫ്രഷായി ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പ്ലാൻ ഞങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു. എവിടെ പോകും ഒക്കെ ഗുരുവായൂർ പോയാലോ, ഞങ്ങളുടെ ലിസ്റ്റിൽ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. സോ പെട്ടെന്ന് പോയി വരാനും പിന്നെ ഞങ്ങൾക്ക് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു ഗുരുവായൂർ. സോ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ ദേ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരുന്നു. ചെറിയൊരു ഉറക്കം പാസ്സാക്കി. ഉറക്കം തുറന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ പിന്നെയും കയറാൻ തുടങ്ങി. അങ്ങനെ പുറത്തെ കാഴ്ചകൾ പിന്നെയും ഞാനും ആദ്യം നോക്കി എൻജോയ് ചെയ്യുമായിരുന്നു. ബിക്കോസ് സത്യം പറയാലോ ഗൈസ്, കുറേ ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. അതും ട്രെയിനിൽ ഞാനങ്ങനെ അധികം പോകാത്ത ആളാണ്. ബിക്കോസ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല ട്രെയിനിൽ പോകാൻ. പക്ഷേ ഇപ്രാവശ്യം ഞാനത് തിരുത്തി ഗൈസ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് നല്ല നല്ല കാഴ്ചയുണ്ടായിരുന്നു. ആൻഡ് ഐ എം ട്രാവലിംഗ് വിത്ത് ആദി. ഞങ്ങളിങ്ങനെ ഓരോ മണ്ടത്തരം പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇതായിരുന്നു ഞങ്ങളുടെ പണി. അങ്ങനെ ഉറങ്ങാത്തതിൻ്റെ നല്ല ക്ഷീണം ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായിരുന്നു. ഇനി ഉറങ്ങിയാൽ പിന്നെ ഞങ്ങൾ അങ്ങ് വേറെ എവിടെയെങ്കിലും ഇറങ്ങുമെന്ന പേടിയോടെ ഞങ്ങൾ 2 പേരും ഉറങ്ങിയില്ല. അങ്ങനെ ദേ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ തൃശ്ശൂരെത്തി. സോ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഫ്രഷ് ആണെന്ന് തോന്നി. അങ്ങനെ ഫ്രഷായി ഞങ്ങൾ നേരെ വിട്ടത് വടക്കുംനാഥ ക്ഷേത്രത്തിലാണ്. ബിക്കോസ് ഞങ്ങൾ ഐറ്റിനറിയിലെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വടക്കുംനാഥ ക്ഷേത്രമാണ്. അത് ഈ മൂവിയിലും റീൽസിലൊക്കെ മാത്രം കണ്ട ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഇതുവരെ അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഫ്രഷായി പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഊബർ ചേട്ടനെയും കൂടി വിളിച്ച് ഞങ്ങൾ വിട്ടു നേരെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക്. അതിൻ്റെ എൻട്രൻസ് മുതലേ ഞാനിങ്ങനെ വായും തുറന്ന് നോക്കിയിരിക്കുകയാണ്. ബിക്കോസ് അത് ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് നല്ലൊരു തണുപ്പും ലൈക്ക് എനിക്ക് ആ ഒരു ആംബിയൻസ് തന്നെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇതാണ് അതിൻ്റെ പുറം വ്യൂ. സൺഡേ ആയതുകൊണ്ട് ഞാൻ പറയണ്ടല്ലോ ഗൈസ്, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ക്ലോക്ക് റൂമിൽ സാധനങ്ങളെ വെച്ച് ഞങ്ങൾ ഉള്ളിൽ പോയി തൊഴുതിട്ട് വന്നു. ബിക്കോസ് ഫോണും ലഗേജൊന്നും ഉള്ളിൽ അലൗഡ് ആയിരുന്നില്ല. അങ്ങനെ തൊഴുത് വന്ന ഉടനെ ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ വീട്ടുകാരെ വിളിച്ചു. ബിക്കോസ് നിങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീട്ടുകാർക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എൻ്റെ അമ്മയെ ഒരു വീഡിയോ കോൾ ചെയ്തിട്ടാണ് സർപ്രൈസ് ചെയ്തത്. എൻ്റെ അമ്മ ഓൾറെഡി ഒരു ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഈ കോളും എൻ്റെ ഈ ഒരു ലുക്കും അമ്പലത്തിൻ്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ ഞെട്ടി. ഞാനത് വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഒന്നുകൂടി ഞെട്ടി. ബിക്കോസ് ഞാൻ ഇത്രയും ദൂരമൊന്നും പറയാണ്ട് പോകാറില്ല ആക്ച്വലി. സോ അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഒരു ലൈം കുടിക്കാനായിരുന്നു. കാരണം ഞങ്ങൾ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. കാരണം വെള്ളമില്ല, പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ കാര്യമൊന്നുമില്ല. സോ പുറത്തിറങ്ങി ഞങ്ങളൊരു കടയിൽ കയറി നല്ലൊരു ലൈം കുടിച്ചു. ആ ലൈമിന് വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും അത് വന്ന് കുടിച്ചപ്പോൾ ഞങ്ങൾ ഇരട്ടി സന്തുഷ്ടരായി. ബിക്കോസ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അത് ഞങ്ങൾക്ക് വിഷമമുണ്ടാകുന്നറിയില്ല, ഡബിൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈം കുടിച്ച് നേരെ വിട്ടത് സെക്കൻഡ് ഡെസ്റ്റിനേഷനായി ഗുരുവായൂർക്കാണ്. സോ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് 12:30 ബസ്സുള്ളൂ. സോ ഒരു 1 അവർ ഞങ്ങളുടെ കയ്യിൽ വേസ്റ്റ് ചെയ്യാനില്ല. ബിക്കോസ് 12:30 ബസ്സുള്ളൂ എന്ന് പറഞ്ഞു. സോ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. ഒരു 45 to 50 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ ഗുരുവായൂരെത്തി. അങ്ങനെ ഊബർ കയറിയപ്പോൾ തന്നെ ആദ്യം നല്ല സൈഡായി. പിന്നെ ഞാൻ വെച്ച് ഉറങ്ങിക്കോട്ടേന്ന്. അങ്ങനെ ഒരു ചെറിയൊരു മയക്കത്തിന് ശേഷം ഞങ്ങൾ എത്തി ഗൈസ് ഗുരുവായൂർ. സോ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു സ്റ്റേക്കുള്ള സ്ഥലമാണ് അന്വേഷിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് 2 മണിക്ക് ചെക്ക് ഇൻ പറ്റുള്ളൂ. സോ ഉള്ള ബാഗേജ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അതായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് പ്രയോറിറ്റി. സോ നല്ല സദ്യ കഴിക്കണമെന്നുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഴയിടം രുചിയിൽ പോയാൽ മതി, അവിടെ നല്ല സദ്യ കിട്ടുമെന്ന്. അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ കാര്യം മനസ്സിലാക്കിയത്. സൺഡേ ആയതുകൊണ്ട് അവിടെയും നല്ല തിരക്കായിരുന്നു. പിന്നെ ആദ്യനെ ഞാൻ ക്യൂവിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ എങ്ങനെ ഒരു ടോക്കനൊക്കെ സംഘടിപ്പിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കയറി അവർ ആ ഇലയും വിരിച്ചു. ആ സദ്യ അങ്ങോട്ട് വിളമ്പി. ആ സദ്യ കഴിച്ചപ്പോഴാണ് ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫുൾ ജേർണീൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അങ്ങനെ സദ്യയും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷായി. ബിക്കോസ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് 11:30 ആകുമ്പം എങ്കിലും ഇറങ്ങാൻ പറ്റും. കാരണം സൺഡേ ആയതുകൊണ്ട് ഞാൻ പറയണ്ടല്ലോ. അത് ഞാൻ ഈ സൺഡേ ആയത് പറയാൻ കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷപ്പായി ഞങ്ങൾ നേരെ തൊഴാൻ വേണ്ടി പോയി. അവിടെ അത്യാവശ്യം എന്തോ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഭരതനാട്യം ഡ്രസ്സ് ഒക്കെ ഇട്ട കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എൻട്രൻസ് കയറി. അവിടെ കയറിയപ്പോൾ
ഞങ്ങൾ ബാഗ് ഉണ്ടായിരുന്നു, ബാഗ് ഫോണൊക്കെ അവിടെ വെക്കണം. സോ അങ്ങനെ അവിടുത്തെ ക്ലോക്ക് റൂമിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചു. അവിടെ വെച്ചപ്പോൾ കുറേ ആൾക്കാരുടെ കയ്യിൽ ഈ ഒരു മഞ്ഞ പട്ടിൽ കുറേ അവിലും കുറേ തുളസിമല അങ്ങനെ അവരുടെ കയ്യിൽ കുറേ സാധനം ഉണ്ടായിരുന്നു. സോ ഞങ്ങളൊരു മഞ്ഞപ്പട്ടിൽ അവിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മാത്രം കയ്യിലെടുത്ത് ഞങ്ങൾ നേരെ ക്യൂവിലേക്ക് പോയി. അങ്ങനെ ഒരു 5-5.5 മണിക്കൂറോളം ഞങ്ങൾ ആ ക്യൂവിൽ നിന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഞങ്ങൾക്ക് ആ ദർശനം കിട്ടിയിട്ടോ. അങ്ങനെ ദർശനം കിട്ടിയ ഹാപ്പിയിൽ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് പിന്നെ അവിടെ പുറത്തുനിന്ന് കുറച്ച് നേരം തിരിഞ്ഞു കളിച്ചു. പിന്നെ എന്തൊക്കെയോ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ആദ്യം കുറച്ച് അത്യാവശ്യ സ്നാക്സും പിന്നെ ചെറിയ ക്യൂട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു. സത്യം പറഞ്ഞാൽ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ എനിക്ക് തീരെ വയ്യായിരുന്നു. എനിക്ക് നല്ല ക്ഷീണവും അത്യാവശ്യം തലയൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് നൈറ്റ് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഗീ റോസ്റ്റ് കഴിക്കണം ഞങ്ങൾക്ക് 2 പേർക്കും ഒരു കൊതി. സോ തൊട്ടടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ഞങ്ങൾ ഗീ റോസ്റ്റ് പറഞ്ഞു. സോ പെട്ടെന്ന് പോയി കഴിച്ചിറങ്ങിയാലേ ഞങ്ങൾക്ക് പെട്ടെന്ന് റൂമിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് നാളെ വെളുപ്പിന്, അതായത് സൺഡേ ഞങ്ങൾ തൊഴുതു, മൺഡേ വെളുപ്പിനാണ് ഞങ്ങൾക്ക് ട്രെയിൻ 3 മണിക്ക്. സോ 3 മണിക്ക് പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ ടൈം ഓൾമോസ്റ്റ് 11 മണി അടുപ്പിച്ചാവാറായി. സോ പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് ഫുഡും കഴിച്ചു, നേരെ ഇറങ്ങി റൂമിലേക്ക് പോയി. റൂമിലെത്തിയിട്ട് സത്യം പറഞ്ഞാൽ ഞാനിത് വ്ളോഗ് ചെയ്യേണ്ട എനർജിയൊന്നും എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ അവിടെ എത്തി ഒരു 2 or 3 hours ഞങ്ങൾ ഉറങ്ങി. 1 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി ഞങ്ങൾ അവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ബിക്കോസ് കണ്ണ് പൂട്ടി തുറക്കുമ്പോഴത്തേക്ക് ഗൈസ് നെക്സ്റ്റ് ഡേ ആയി. സോ ഞങ്ങൾ പെട്ടെന്ന് ഫ്രഷായി ബാഗൊക്കെ പാക്ക് ചെയ്തു, ഞങ്ങൾ ഡോറൊക്കെ ലോക്ക് ചെയ്തു, ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങി. സോ പുറത്തിറങ്ങിയപ്പോൾ ഒരു കിട്ടിയ ഓട്ടോയിൽ നേരെ വിട്ടത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. സോ അവിടെ എത്തി. അവിടെ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് കിട്ടിയില്ല. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഞങ്ങളുടെ പ്ലാനൊക്കെ സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓടിപ്പാഞ്ഞ് ട്രെയിനിൽ കയറിയപ്പോൾ 2 മണിയായി. 3 മണിക്കേ ട്രെയിൻ എടുക്കുള്ളൂ. അതിലങ്ങ് ഫുള്ളും ഇരുടായിരുന്നു. ഒരു 3 മണിയൊക്കെ ആകാനായപ്പോഴാണ് അതിൽ ലൈറ്റ് വന്നത്. അതുവരെ ഞാനും ആദ്യം എന്തൊക്കെയോ പൊട്ടത്തരൊക്കെ പറഞ്ഞ് ചിരിച്ച് അവിടുന്ന് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ലൈറ്റ് വന്ന സന്തോഷത്തിൽ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ ഓരോ സ്നാക്കായിട്ട് പുറത്തെടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ സമയം നോക്കിയപ്പോൾ 3:15 ട്രെയിൻ അവിടുന്ന് എടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ പയ്യെ ഞങ്ങളുടെ സ്നാക്സ് ഓരോന്നായി പുറത്തെടുത്തു. അങ്ങനെ ഇതൊക്കെ തിന്ന് ഞങ്ങൾ പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല കാഴ്ചയായിരുന്നു. പിന്നെ എപ്പോഴാണെന്നറിയില്ല കണ്ണ് ചിമ്മി പിന്നെ തുറന്നപ്പോൾ അതുവരെ ഞങ്ങൾ കിടന്ന് സുഖിച്ചാണ് വന്നത്. പെട്ടെന്ന് ഞങ്ങൾ ചുരുണ്ടുപോയി. 2 പേര് 2 സൈഡിലേക്ക് ഒതുങ്ങിപ്പോയി. ബിക്കോസ് ഇതായിരുന്നു അവസ്ഥ, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കണ്ണ് പൂട്ടി തുറക്കുമ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് എത്തി. ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് 2 പേർക്കും നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. സോ അവൾക്ക് പൊടി ദോശയും എനിക്ക് നല്ല പൊടി ഇഡ്ഡലിയും കഴിക്കാനായിരുന്നു കൊതി. സോ അവിടെ ഏതാണ് നല്ല റിവ്യൂ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ ചായക്കാരിയിലേക്കാണ് വിട്ടത്. അവിടെ എത്തി. അവിടെ അത്യാവശ്യം നല്ല ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ അവരോട് ഞങ്ങൾ പറഞ്ഞു എനിക്കൊരു പൊടി ഇഡ്ഡലി ആൻഡ് അവൾക്കൊരു പൊടി ദോശ. ആ 2ഉം കിട്ടി. ബിക്കോസ് കുറച്ച് വെയിറ്റ് ചെയ്തു, ബട്ട് ഇറ്റ് വാസ് വർത്ത് ദ വെയിറ്റിംഗ്. സോ അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ പൊടി ഇഡ്ഡലി. സോ ഞങ്ങളുടെ കണ്ണൂരൊന്നും ഞാനിത് അങ്ങനെ കഴിച്ചിട്ടില്ല. ട്രിവാൻഡ്രത്ത് ഇത് കിട്ടിയപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം, ഈ പൊടി ഇഡ്ഡലി പൊടി ദോശ അങ്ങനത്തെ കാര്യമൊക്കെ. സോ അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഫുഡും കഴിച്ചു ഞങ്ങൾ നേരെ അടുത്ത ഓട്ടോ പിടിച്ച് നേരെ റൂമിലേക്ക് വിട്ടു. ബിക്കോസ് ഞങ്ങൾക്ക് ഉറങ്ങണം, അന്ന് നൈറ്റ് ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.